ഹീലിംഗ് പ്രേയേഴ്സ് 2ലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ മക്കൾ ഒത്തിരി അപകട മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, അവരുടെ ലൗകികമായ ചില ആസക്തികൾ, അവരുടെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവരുടെ അപകടകരമായ കൂട്ടുകാർ, അവരുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ, അവർ ബന്ധപ്പെടുന്ന എല്ലാവരിൽ നിന്നും അവർക്കുണ്ടാകുന്ന ചതിവ്, വഞ്ചന, ഇവയ്ക്കെല്ലാം ഇന്ന് കർത്താവിനോട് നമുക്ക് ഓരോരുത്തർക്കും മാതാപിതാക്കളായ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ എത്രയധികം നല്ല കുട്ടികളാണ് എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ ഭവനത്തിൽ നിന്നും അവർ പുറത്തു പോകുമ്പോൾ അനേകം കുട്ടികളുള്ള സ്ഥലത്തേക്കാണ് അവർ പഠിക്കാൻ പോകുന്നത്. സ്കൂളിലും കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലും എല്ലാം മറ്റനേകം കുട്ടികളുള്ള കൂട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും പഠിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ മറ്റു കുഞ്ഞുങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, മാതാപിതാക്കൾ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ ഇവയെല്ലാം വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികളാകാം, ഒരുപക്ഷെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത കുട്ടികളാകാം, ഒരുപക്ഷെ മാതാപിതാക്കൾ ദൂരെ ജോലി ചെയ്യുന്ന കുട്ടികളാകാം, ഒരുപക്ഷെ അനാവശ്യമായ പണം ഉപയോഗം ചെയ്യുന്നവരാകാം, ഒരുപക്ഷെ അനുസരണക്കേടുള്ള കുട്ടികളാകാം, ഒരുപക്ഷെ മറ്റാരെങ്കിലും ഇവരെ ദുരുപയോഗിച്ച് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരാകാം. ഏത് മേഖലയിലാണേലും നമ്മുടെ കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവർ ഒറ്റയ്ക്കാണ്. അവരുടെ കൂട്ടുകാർ അനവധിയുണ്ട്. ഇവരിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരുന്ന ബോധ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, തെറ്റായ അറിവുകൾ, തെറ്റായ ബോധ്യങ്ങൾ ഇവയെല്ലാം വളരെ വലുതാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതത്വം അല്ല. അതിനാൽ തന്നെ മാതാപിതാക്കളായ നാം മുൻകരുതലുകൾ എടുക്കണം. കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുക, ദൈവത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം, ദൈവത്തിന് സ്വന്തം ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം എന്ന തീരുമാനം, നമ്മുടെ മക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധയില്ലായ്മ, അവർ സഹിക്കേണ്ടി വരുന്ന അവരുടെ പ്രശ്നങ്ങൾ, ഹോസ്റ്റലിലും മറ്റുമായി അവരുടെ കൂടെ താമസിക്കുന്നവർ, സ്കൂളിലും കോളേജുകളിലുമായി അവരുടെ കൂടെ പഠിക്കുന്നവർ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അത് ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതിനാൽ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അറിയേണ്ടതും അറിയരുതാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈവിരൽ തുമ്പിലായിരിക്കുമ്പോൾ നാം ഒത്തിരി ദൈവത്തിലേക്ക് അടുക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കളും ദൈവത്തിലേക്ക് കൂടുതൽ ഒന്നാകേണ്ട സമയമാണ്. എന്നാൽ ദൈവത്തിനു മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പല കുഞ്ഞുങ്ങളുടെ ജീവിതം, പല കുട്ടികളുടെ ജീവിതം നാം കാണുന്നുണ്ട്. അവരെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ, തെറ്റായിപ്പോയ തീരുമാനങ്ങൾ, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ട കുഞ്ഞുങ്ങൾ, ഇവയെല്ലാം ഒത്തിരി വേദനിപ്പിക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. എന്തെന്നാൽ ദൈവത്തെക്കാളിലുപരി മറ്റാരും നമ്മെ സ്നേഹിക്കുന്നില്ല. അതവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം.
ഈ ലോകത്തിൻ്റെ കപട സ്നേഹത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞേ പറ്റൂ. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞേ മതിയാവൂ. അതിനായി ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. അങ്ങനെയുള്ളവർക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ അവിടെ സഹനങ്ങളും വേദനകളും തിരസ്കരണങ്ങളും ഉണ്ടാകും. എങ്ങനെ അതിനെ അതിജീവിക്കണം, അതെല്ലാം മാതാപിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഹനങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ സാധിക്കും, തിരസ്കരണങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം, വെല്ലുവിളികൾ വരുമ്പോൾ എങ്ങനെ നേരിടണം, മറ്റെല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായ നാം പറഞ്ഞു മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വത്തിന് രൂപാന്തരം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മക്കൾ സ്വീകരിക്കാനായി എപ്പോഴും നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും നാം ഉദ്ദേശിക്കുന്നിടത്ത്, ദൈവം ഉദ്ദേശിക്കുന്നിടത്ത് നമ്മുടെ മക്കൾ ആയിത്തീരാൻ, എത്തിച്ചേരാൻ നമ്മുടെ മക്കളെ, മാതാപിതാക്കൾ ഒരുപക്ഷെ ദൂരെയാണെങ്കിലും നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. യേശു നാമത്തിൽ മകനെ, മകളെ, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നീ ദൈവാനുഗ്രഹം കൊണ്ട് നിറയട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ട് നീ നിറയട്ടെ. നീ എവിടെയായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം നിന്റെ മേലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരം നിന്റെ മേലുണ്ടാകട്ടെ. നീ എല്ലായിടവും സുരക്ഷിതനാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെന്നാൽ ഇന്ന് ഈ തലമുറയിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാത്ത പല മേഖലകളുണ്ട്. അവർ ഒത്തിരിയധികം ദുഃഖിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത, ആരോടും പറയാൻ കഴിയാതെ വേദനിക്കുന്ന മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. മാതാപിതാക്കൾ എന്തിനും ഏതിനും അവരുടെ നേരെ ശാസിക്കുമ്പോൾ ഓർക്കുക, അവർക്കാരോടും പറയാൻ കഴിയാത്ത ഒത്തിരി വേദന, ദുഃഖം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ദുഃഖമാണ്, ആരോടും പറയാൻ കഴിയാത്ത ദുഃഖവും വേദനയുമാണ് മറ്റ് രീതിയിൽ അത് പ്രകടമാകുന്നത്. അതിനാൽ നാം അവരോട് ക്ഷമിക്കുക, അവരുടെ കുറവുകൾ ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ശാസിക്കുക, സ്നേഹത്തോടെ ശിക്ഷിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആകാൻ നാം പരിശ്രമിക്കണം. എന്തെന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ മക്കളുടെ ബോധ്യങ്ങളെ മാറ്റിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കളുടെ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളെ വിജയം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. തെറ്റായ തീരുമാനങ്ങളെ ഉപേക്ഷിക്കാൻ ശക്തി നൽകുന്നതും ശരിയായ തീരുമാനങ്ങളെ എടുക്കാൻ ധൈര്യം നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. അതിനാൽ നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മാതാപിതാക്കളായ നാം പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിനു മാത്രമേ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവം നൽകിയ ദാനമായ പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ സഹനത്തിലൂടെ, പീഠാസഹനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ നമുക്ക് നൽകിയ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയതും ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വിലയേറിയതാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളായ, മുതിർന്നവരായ നാം പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങളുടെ മക്കൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കും. നിങ്ങളുടെ മക്കൾ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിതരായിരിക്കും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ, വെല്ലുവിളികളെ അതിജീവിക്കാൻ, അവരുടെ ദുഃഖം സന്തോഷമാക്കാൻ, അവരുടെ നിരാശ പ്രത്യാശയാക്കാൻ നമ്മുടെ മക്കളിലേക്ക് ദൈവവചനം നൽകുക. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും
നമ്മുടെ കുടുംബത്തിൽ അനേകം അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയുമുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടുന്നുണ്ട്. അതിനാൽ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ മുടങ്ങാതെ നിങ്ങൾ കേൾക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ തടസ്സം കൂടാതെ കാണുക. എത്ര വൈകിയാണെങ്കിലും ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ ഓരോ വീഡിയോയും, ഏതെങ്കിലും ഒരു വീഡിയോയെങ്കിലും പൂർണ്ണമായും നിങ്ങൾ ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കരുത്. അതിനാൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ജീവിക്കാനുള്ള പുതിയ പ്രചോദനം നൽകുന്ന, പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി നൽകുന്ന ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഹീലിംഗ് ബ്രേയേഴ്സ് 1 ചാനലും ഹീലിംഗ് ബ്രേയേഴ്സ് 2 എന്ന ചാനലുമാണ് ഉള്ളത്. ഇത് തീർച്ചയായും നിങ്ങൾ കാണണം. ഇതിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങളാണ് പലർക്കും ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കുള്ള അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. തീർച്ചയായും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശ്ശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്കു പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഏത് കോഴ്സുകൾ എടുക്കണം, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏത് കോഴ്സുകൾ ഏത് കോളേജിൽ ചെയ്യണം എല്ലാം നിനക്ക് അറിവുള്ളതാണല്ലോ. ഇപ്പോഴത്തെ ഈ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ കാരണം ദൈവമേ, ഏത് കോഴ്സ് ഞങ്ങളുടെ മക്കൾ എടുത്താലാണ് അവർക്ക് സ്ഥിരമായ ഉന്നതമായ ജോലി, അനുയോജ്യമായ ജോലി ലഭിക്കുന്നത്, അതിന് സഹായകമാകുന്ന ഒരു പഠനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. അത് സ്വീകരിക്കാനും ഉള്ള മനസ്സ് ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഇപ്പോഴത്തെ ജീവിത രീതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ കൂട്ടുകാരെ സമർപ്പിക്കുന്നു. അവരിടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കാഴ്ചപ്പാടുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ അവിവേകവും അജ്ഞതയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ദുശ്ശാഠ്യവും അലസതയും മടിയും സമർപ്പിക്കുന്നു. ഒന്നിലും താല്പര്യം കാണിക്കാത്ത, എന്നാൽ ഗെയിം കളിയിലും മറ്റ് കൂട്ടുകാരുടെ കൂടെ കൂടി നടക്കാനുള്ള മക്കളുടെ താല്പര്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ തെറ്റായ ബോധ്യങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ കൂടെ പഠിക്കുന്ന മക്കളെ, അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന തെറ്റായ മാർഗത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നയിക്കുന്ന മറ്റ് കുട്ടികളെയും മുതിർന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല.
അതിനാൽ തന്നെ അവരെ അനുസരണത്തിലേക്കും ദൈവഭയത്തിലേക്കും നയിക്കാൻ ദൈവഹിതത്തിന് 1-ാം സ്ഥാനം നൽകി ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണല്ലോ. ഞങ്ങളുടെ മക്കളെ എങ്ങനെ വഴി നടത്തണം, എങ്ങനെ ഉപദേശിക്കണം, എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതിന് ദൈവിക ജ്ഞാനം ഞങ്ങൾ മാതാപിതാക്കൾക്ക് നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ. അവരുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. വീണുപോയ ഞങ്ങളുടെ മക്കളെ വീണ്ടും അവിടുന്ന് തിരികെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, അവരുടെ ജീവിത വെല്ലുവിളികളിൽ അതിനെ തരണം ചെയ്യാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളുടെ മക്കളെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ലോകത്തിൽ ഒത്തിരി അക്രമങ്ങളും അതിക്രമങ്ങളും പീഡനങ്ങളും നടക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സുരക്ഷിതമായി നിന്റെ ശക്തമായ കരങ്ങളിൽ നീ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ആരാണോ തെറ്റായ ഉപദേശം നൽകുന്നത്, തെറ്റായ മാതൃക കാട്ടിക്കൊടുക്കുന്നത്, അവരെയെല്ലാം ദൈവമേ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിച്ച് പാപബോധത്തിലേക്ക് നയിച്ച് പരിശുദ്ധാത്മാവിനാൽ അവരെയും നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ, ഭാവിയെ സമർപ്പിക്കുന്നു. കർത്താവേ, വിവാഹിതരാകാൻ പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ അറിവിനെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം യേശുവേ, നീ മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരുളി ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളായ ഞങ്ങളുടെ മക്കളെ നോക്കാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ അവരെ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്ഞാനം തരണമേ, ദൈവവിശ്വാസം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ മടി കാണിക്കുന്ന, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത, പഠിക്കാൻ അലസത കാണിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ലാത്ത, പരീക്ഷ എഴുതാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുമ്പോൾ ഭയമുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയെ ഭയത്തോടെ കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, കരുണയോടെ കാത്തുകൊള്ളണമേ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അശ്ലീല ജീവിതത്തിനും അടിമകളായ ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. കർത്താവേ, സ്നേഹം കിട്ടാതെ വളർന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ തന്നെ സ്നേഹമായി വരണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ നീ കാത്തുകൊള്ളണമേ. കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ ഉന്നത ചിന്താഗതികളുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. കർത്താവേ, ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന നീ കേട്ട് അതിനുത്തരം നൽകി ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, വലിയ അത്ഭുതം കാണാൻ ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ. കർത്താവേ, ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും, അവരുടെ മക്കളും പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ സ്വീകരിക്കട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ മക്കളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത സ്നേഹം, വാത്സല്യം, അനുകമ്പ, സംരക്ഷണം ഇത് നീ നൽകി ഈശോയെ നീ നോക്കിയതുപോലെ പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പി പിതാവേ, യേശുവിനെ എങ്ങനെ നിങ്ങൾ നോക്കിയോ അതുപോലെ ഞങ്ങളുടെ മക്കളെയും നിങ്ങൾ നോക്കണമേ. ഉണ്ണീശോയെ എങ്ങനെ നിങ്ങൾ കരുതിയോ, നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾ പരിപാലിച്ചോ അതുപോലെ ഞങ്ങളുടെ മക്കളെയും ഇന്നും എന്നും
നീ പരിപാലിക്കണമേ, നിങ്ങൾ സ്നേഹിക്കണമേ, അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കളെ എന്നേക്കുമായി സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഇപ്പോൾ തന്നെ മക്കളുള്ള മറ്റു മാതാപിതാക്കൾക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇത് മറക്കാതെ ചെയ്യുക. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത്, നിങ്ങളുടെ ഒരു ശുശ്രൂഷയായി ഏറ്റെടുത്ത്, നിങ്ങളുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഇതെത്തിക്കുക. തീർച്ചയായും കർത്താവ് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയിരിക്കും. ആമേൻ.